നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു. ഇന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദയോഗം നമുക്ക് വായിക്കാൻ ആരംഭിക്കാം. വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ മഹാഭാരതത്തിൽ ആകെ 18 പർവങ്ങളാണ് ഉള്ളത്. അതിൽ ശ്രീകൃഷ്ണ അർജുന സംവാദമായ ഭഗവത്ഗീത വരുന്നത് 6ാമത്തെ പർവമായ ഭീഷ്മ പർവത്തിലാണ്. കുരുക്ഷേത്രത്തിലെ 1ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെയുള്ള യുദ്ധം വർണ്ണിക്കുന്നതാണ് ഭീഷ്മപർവം. പാണ്ഡവരും കൗരവരും വലിയ യുദ്ധസന്നാഹത്തോടെ പവിത്രമായ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് യുദ്ധത്തിനായി അണിനിരന്നു. കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണി സൈന്യവും പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗഹിണി സൈന്യവും, ഇങ്ങനെ 18 അക്ഷൗഹിണി സൈന്യം ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ഒരു അക്ഷൗഹിണി സൈന്യം എന്ന് പറഞ്ഞാൽ 21,870 ആനകള്, 21,870 തേര്, 65,610 കുതിരകള്, 1,00,000-ലധികം കാലാൾപ്പട എന്നിവ ചേർന്നതാണ്. ഇങ്ങനെ 18 അക്ഷൗഹിണി സൈന്യം എന്ന് പറയുമ്പോൾ ആ യുദ്ധം എത്ര വലുതായിരുന്നു എന്ന് ഊഹിക്കാം. ശ്രീകൃഷ്ണൻ നിരായുധനായി പാണ്ഡവപക്ഷത്ത് ചേർന്ന് അർജുനന്റെ സാരഥിയാകാമെന്നും തൻ്റെ സൈന്യത്തെ ദുര്യോധനന്റെ അപേക്ഷ അനുസരിച്ച് കൗരവപക്ഷത്തേക്കും അയച്ചു. വിശ്വേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സാരഥിയായി തങ്ങളുടെ യുദ്ധം നയിക്കാനുള്ളപ്പോൾ പാണ്ഡവർക്ക് പിന്നെ ഒന്നും ഭയക്കേണ്ടതില്ല. അജയ്യനും സ്വച്ഛന്ദ മൃത്യുവുമായ ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിലായിരുന്നു കൗരവസേന. മാത്രമല്ല, സൈന്യബലത്തിലും തങ്ങൾ മുൻപിലാണ് എന്നുള്ള അഹങ്കാരവും ദുര്യോധനന് ഉണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ച് 9 ദിവസവും പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും തമ്മിൽ അത്യുഗ്രമായ പോരാട്ടമാണ് നടന്നത്. ഭീഷ്മ പിതാമഹനെ ജയിക്കുക എന്നത് അസാധ്യമാണെന്ന് കണ്ട പാണ്ഡവർ ശ്രീകൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് അദ്ദേഹത്തിനെ തന്നെ ശരണം പ്രാപിച്ചു. തന്നെ ജയിക്കാനുള്ള ഉപായം ഭീഷ്മർ തന്നെ അവർക്ക് പറഞ്ഞുകൊടുത്തു. എന്നെ ജയിക്കാതെ നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയം സിദ്ധിക്കില്ല എന്നെനിക്കറിയാം. അർജുനന് എന്നെ ജയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നാളെ പാഞ്ചാലപുത്രനായ ശിഖണ്ഡിയെ എൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം തുടങ്ങുക. ഒരു നപുംസകനുമായി ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആയുധം താഴെ വയ്ക്കും. ആ സമയം ശിഖണ്ഡി എൻ്റെ നേർക്ക് ബാണം പ്രയോഗിക്കട്ടെ. അതോടൊപ്പം അർജുനനും എൻ്റെ ശരീരത്തിൽ ശരങ്ങൾ വർഷിക്കട്ടെ. അങ്ങനെ അംബയുടെ ശപഥവും സാധിക്കട്ടെ. അംബയാണല്ലോ ശിഖണ്ഡിയായി ജനിച്ചത്. അങ്ങനെ യുദ്ധത്തിൻ്റെ 10ാം ദിവസം മഹാരഥനായ ഭീഷ്മർ ശരീരത്തിൽ അടിതൊട്ട് മുടി വരെ ശരങ്ങൾ തറച്ചു നിന്ന് ഭൂസ്പർശമേൽക്കാതെ ശരശയ്യയിലാണ് കിടന്നത്. അതോടെ കൗരവപക്ഷത്തിനുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റു. അജയ്യനായ ഭീഷ്മ പിതാമഹന്റെ പതനത്തെക്കുറിച്ച് സഞ്ജയൻ ചെന്ന് രാജാവായ ധൃതരാഷ്ട്രയെ അറിയിച്ചപ്പോൾ യുദ്ധവിവരങ്ങൾ ആദ്യം മുതൽ അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി ധൃതരാഷ്ട്ര ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അധ്യായം 1. അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇവിടെ ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രർ പറഞ്ഞു എന്നല്ല, ഇവിടെ ചോദിച്ചു എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. സഞ്ജയ, അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ ഈ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന് സന്നദ്ധരായി ഒന്നിച്ചുകൂടിയ എൻ്റെ ആൾക്കാരും അല്ലെങ്കിൽ എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്തൊക്കെയാണ് ചെയ്തത്? വേദവ്യാസന്റെ ശിഷ്യനായിരുന്നു സഞ്ജയൻ. ആ സഞ്ജയന് വേദവ്യാസന്റെ അനുഗ്രഹത്താൽ ആ
കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ സാധിക്കുമായിരുന്നു. അതാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് യുദ്ധഭൂമിയിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് ചോദിച്ചത്. ദേവന്മാർ പോലും ആരാധനാസ്ഥലമായി കണ്ടിരുന്നതായിരുന്നു അത്രേ ഈ കുരുക്ഷേത്രം. ഈ പുണ്യസ്ഥലത്തിന്റെ സ്വാധീനം തീർച്ചയായും യുദ്ധത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. സ്വഭാവം കൊണ്ട് ധർമ്മിഷ്ഠരും ഗുണശാലികളുമായ പാണ്ഡവർക്ക് ഇത് സഹായകവുമാകും. അതാണ് ആദ്യം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി രണ്ടാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു. ഉവാച എന്ന് വെച്ചാൽ പറഞ്ഞു. പാണ്ഡവ സൈന്യം അണിനിരക്കുന്നത് കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ ആചാര്യന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അതായത് ആ പാണ്ഡവ സൈന്യത്തിന്റെ അതിൻ്റെ ആ വ്യൂഹനം കണ്ടിട്ട് ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നിയ ദുര്യോധനൻ ആ യുദ്ധത്തിൻ്റെ ആ ഗൗരവം ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരെ അറിയിക്കാൻ വേണ്ടി അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ശ്ലോകം. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഹേ ആചാര്യ, അല്ലയോ ഗുരുനാഥ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ, അതായത് ധൃഷ്ടദ്യുമ്നാൽ വ്യൂഹനം ചെയ്യപ്പെട്ട, അതായത് ഒരുക്കി നിർത്തിയിട്ടുള്ള പാണ്ഡുപുത്രരുടെ, അതായത് പാണ്ഡവന്മാരുടെ മഹത്തായ ഈ സൈന്യത്തെ കണ്ടാലും. ഭീഷ്മപിതാ രാഷ്ട്രതന്ത്രജ്ഞനായ ദുര്യോധനൻ ആചാര്യനായ ദ്രോണർക്ക് ഒരു ചെറിയ മുന്നറിയിപ്പ് പോലെ പറയുന്നതാണ് ഇത്. ദ്രൗപദിയുടെ അച്ഛനായിട്ടുള്ള ദ്രുപദ രാജാവും ദ്രോണാചാര്യരും തമ്മിൽ ചെറിയൊരു ശത്രുത ഉണ്ടായിരുന്നു. ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്ത് ദ്രോണാചാര്യരെ വധിക്കാൻ ശക്തിയുള്ള ഒരു പുത്രനുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു വരവും നേടിയിരുന്നു. ഒരിക്കൽ ദ്രുപദപുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരുടെ അടുത്ത് ശിക്ഷയ്ക്കായിട്ട്, വിദ്യാഭ്യാസത്തിനായിട്ട് വന്നു. വളരെ ഉദാരമതിയായ ദ്രോണാചാര്യര് ധൃഷ്ടദ്യുമ്നന് ആയുധമുറകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ധൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ പക്ഷത്താണ്. അങ്ങനെ ദ്രോണാചാര്യനിൽ നിന്നും വിദ്യ അഭ്യസിച്ച് പ്രഗത്ഭനായ ധൃഷ്ടദ്യുമ്നൻ വളരെ സമർത്ഥമായിട്ടാണ് പാണ്ഡവ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഒരു ദാക്ഷിണ്യവും അങ്ങ് കാണിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ദുര്യോധനൻ വന്നത്. കാരണം പാണ്ഡുപുത്രരും ദ്രോണാചാര്യരുടെ ശിഷ്യനാണ്. അതിൽ അർജുനൻ ദ്രോണരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമാണ്. അതുകൊണ്ട് ഒരു ചെറിയ ഔദാര്യം പോലും പാണ്ഡവ പക്ഷത്തോട് കാണിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കാനായിട്ടായിരുന്നു ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു. ഇനി അടുത്ത 3 ശ്ലോകം കൊണ്ട് പാണ്ഡവ പക്ഷത്തിലുള്ള പ്രഗത്ഭരും വീരന്മാരുമായ ചില യോദ്ധാക്കളുടെ പേരുകൾ ദ്രോണാചാര്യരോട് പറയുകയാണ് ദുര്യോധനൻ. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ